പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ ധീര്യമായി സ്തുതിക്കുന്നു. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇളയവന് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഏഴയ്ക്ക് ഭാഗ്യം നൽകിയതോർത്ത് ദൈവത്തെ തീര്യമായി സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കയാൽ സ്തോത്രം, നാം എപ്പോഴും കർത്താവിനെ കുറിച്ച് അറിയേണ്ട പോലെ അറിയുവാനും അതിലാശ്രയിച്ച് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതാണ്. അതിന് സാധ്യമാകാതെ പോയാൽ ഒടുവിൽ നാം നിരാശപ്പെടേണ്ടുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് വചന സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സത്യവചനത്തെ സംബന്ധിച്ച് യഥാർത്ഥമായി നാം അറിയേണ്ട പോലെ അറിയുകയും അതിൽ പൂർണ്ണമായി ആശ്രയിച്ച് നാം ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന കർത്താവിൻ്റെ നാമത്തിൽ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം സകല പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുവാനിടയായി തീർന്നത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സാക്ഷാൽ സത്യദൈവമായവൻ ജഡത്തിൽ വെളിപ്പെട്ട് വന്നതിനാൽ അവനെ മനുഷ്യപുത്രനെന്നും ദൈവപുത്രനെന്നും വിവിധ നിലകളിൽ വിളിച്ചിരുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവനിൽ രണ്ട് വിധത്തിലുള്ളതായ സ്വഭാവങ്ങൾ അടങ്ങിയിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ഒന്ന് അവൻ്റെ ദൈവത്വവും മറ്റൊന്ന് അവൻ്റെ മനുഷ്യത്വവും. അങ്ങനെ ഇരുവിധ സ്വഭാവങ്ങൾ കർത്താവിൽ അടങ്ങിയിരുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ ഒരേ സമയത്ത് തന്നെ യഥാർത്ഥ ദൈവവും അതേ സമയം തന്നെ അവൻ പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ്റെ ദൈവത്വത്തോട് അവൻ്റെ മനുഷ്യത്വം സംസാരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൻ്റെ ദൈവത്വം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ആരാധന സ്വീകരിച്ചിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, പാപികളുടെ പാപങ്ങളെ മോചിച്ചു കൊടുത്തു. ഇങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അത് നാം പഠിക്കുമ്പോൾ യേശു യഥാർത്ഥ ദൈവമാണെന്നും അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നതിനാൽ അവനിൽ മനുഷ്യ സ്വഭാവം ഉണ്ടായിരുന്നു എന്നും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അത് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്നു എങ്കിൽ മാത്രമേ സംശയരഹിതമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതായ യാഥാർത്ഥ്യവും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിനെ മനുഷ്യനെന്നും മനുഷ്യപുത്രനെന്നും വിളിച്ചിരുന്നു.
അവനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ കാണുവാനിടയായി തീർന്നു, അഥവാ തോന്നുവാനിടയായി തീർന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, ക്ലയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവിൻ്റെ മരണശേഷമുള്ളതായ ഒരനുഭവമാണ്. ശിഷ്യന്മാർ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചു അവൻ്റെ ഉയർപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംഭാഷിക്കുന്നതായ വേളയിൽ യേശു അവരുടെ അടുക്കൽ കടന്നു ചെന്ന്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്നൊക്കെ ഉള്ളതായ കാര്യങ്ങൾ യേശു അവരോട് ചോദിച്ചു. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞതുമില്ല. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി ചോദിച്ചതാണ്, ക്ലയോപ്പാവ് എന്ന പേരുള്ള മനുഷ്യൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, യേശുവിനെ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ മനുഷ്യനായി മാത്രമേ അവർക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോ ശമരിയക്കാരത്തി സ്ത്രീയും യേശുവുമായിട്ട് സംഭാഷിക്കുന്ന വേളയിൽ അവന് ദാഹിക്കുന്നു, കുടിക്കുവാൻ അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അവൾ യേശുവിനോട് പറഞ്ഞത്, നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമരിയക്കാരത്തിയാണ്. യഹൂദനും ശമരിയക്കാരും തമ്മിൽ യാതൊരു വിധമാകുന്ന സമ്പർക്കവും ഇല്ലാത്തതിനാൽ യഹൂദന്മാർക്ക് ശമരിയക്കാരെ അയിത്തമായി തോന്നുന്നത് കൊണ്ട് നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ യേശുവിനെ യഥാർത്ഥമായി ഒരു മനുഷ്യനായി മാത്രമേ അവൾക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതായ കാര്യം അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മൾ അതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവളിലുള്ളതായ സകല രഹസ്യങ്ങളെയും അരുമനാഥനായ കർത്താവ് അവളോട് സംസാരിച്ചതും കർത്താവിൽ നിന്നും അവളിലുള്ളതായ രഹസ്യങ്ങൾ കർത്താവ് പറയുന്നത് കേട്ട ഉടനെ അവിടെ നിന്നും അവൾ വെള്ളം കോരുവാൻ കൊണ്ടുവന്നതായ കുടവും നിലത്ത് വെച്ചിട്ട് അവൾ അവിടെ നിന്നും ഓടി ശമരിയ പട്ടണത്തിലേക്ക് പോയി എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പട്ടണവാസികളായ സകലരെയും വിളിച്ചുകൂട്ടി അവൾ പറഞ്ഞു, വന്ന് കാൺമീൻ, ഞാൻ ഒരുത്തനെ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞവനാണ് അവൻ. അവനൊരു പക്ഷേ മശിയായിരിക്കും എന്ന് അവൾ പറയുവാനിടയായി തീർന്നു. അങ്ങനെ പട്ടണവാസികൾ അവനെ കാണുവാൻ കടന്നു വന്നതായിട്ടും അവർ യേശുവിൽ വിശ്വസിച്ചതായിട്ടും നമുക്ക് തിരുവെഴുത്തുകളിൽ കാണുവാൻ കഴിയുന്നു. ശമരിയ സ്ത്രീയോട് പട്ടണവാസികൾ പറഞ്ഞത്, ഇനി നിന്റെ സാക്ഷ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് അവനെ കാണുകയും അവനിൽ നിന്ന് കേൾക്കുകയും അവൻ യഥാർത്ഥ ദൈവപുത്രനാണ് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. ശമരിയ സ്ത്രീക്ക് അവനെ ഒരു മനുഷ്യനായി കാണുവാൻ ഇടയായി തീർന്നു എങ്കിലും അവൻ വാസ്തവത്തിൽ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ പട്ടണവാസികൾക്ക് കഴിഞ്ഞതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യഭാഗത്തിൽ സ്തോത്രം അവിടെ കാണുന്നത്, യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ച് അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നവനോട് പറഞ്ഞു. സ്തോത്രം. ഇത് മറിയ എന്ന സ്ത്രീ യേശുവിൻ്റെ കല്ലറയ്ക്കൽ അതിരാവിലെ സമയത്ത് കടന്നു ചെല്ലുമ്പോൾ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിരുന്നതായി യേശുവിനെ കാണാതെ അവൾ വളരെ പ്രയാസത്തോടെ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ യേശു അവളുടെ അടുക്കൽ കടന്നു വന്നിട്ട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾ, ഇവനൊരു തോട്ടക്കാരനായിരിക്കും എന്ന് കരുതി അവനോട് പറഞ്ഞ വാക്കുകളാണ് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അവനെ എടുത്ത് നീ എവിടെ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാമെന്ന് സ്തോത്രം അവൾ പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യേശുവിനെ ഒരു തോട്ടക്കാരൻ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൾക്കും കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. യേശുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ ത്രിവിധ പ്രകൃതികൾ അവനിലുണ്ടായിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നു. മനുഷ്യനിലുള്ളതുപോലെ ദേഹം, ദേഹി, ആത്മാവ്, ഇങ്ങനെ 3 വിധ ശാരീരിക ഘടകങ്ങൾ അവനിലും ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യഭാഗത്തിൽ 40-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി എന്നവിടെ കാണുവാൻ കഴിയുന്നു. അവന്റെ ദേഹത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ചെയ്യുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗം ആ സ്തോത്രം അതിൽ ശരീരത്തിൽ ഇട്ട് ശീലകൾ പൊതിഞ്ഞു കെട്ടി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് സ്തോത്രം അവന്റെ ദേഹിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്നവരോട് പറഞ്ഞു എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോ യേശുവിൻ്റെ ദേഹത്തെക്കുറിച്ചും ദേഹിയെക്കുറിച്ചും മുൻ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുവാനിടയായി തീർന്നതുപോലെ ഇവിടെ അവൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് പറയുകയാണ്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്നവനോട് പറഞ്ഞു. സ്തോത്രം. അവൻ്റെ ദേഹിയെ സംബന്ധിച്ചുള്ളതായ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോ യേശുവിൻ്റെ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളെ സംബന്ധിച്ച് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നു. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു.
ഇത് പറഞ്ഞ ശേഷം അവൻ പ്രാണന് വിട്ടു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ ദൈവത്വത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തേഫാനോസ് എന്ന കർത്താവിൻ്റെ ദാസൻ തൻ്റെ മരണസമയത്ത് താൻ സ്വർഗത്തേക്ക് നോക്കി അവൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആത്മാവിനെ സ്വീകരിക്കുന്നവനും അവൻ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തേഫാനോസിൻ്റെ ജീവിതാനുഭവത്തിൽ കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ, തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നാണ് സ്തേഫാനോസ് പറയുവാനിടയായി തീർന്നത് എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. യേശുവിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 പ്രകൃതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എങ്കിലും അവ ഒന്നിച്ച് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവ തമ്മിൽ വേർതിരിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഈ കാര്യം തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെടുത്തുകയാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിനെ കുറിച്ചുള്ളതായ അവൻ്റെ ബാല്യപ്രായത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ സംബന്ധിച്ചാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ആത്മാവിൽ അവൻ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-12 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം പരീശന്മാർ അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി എന്നവിടെ അതിന്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ കാണുവാൻ കഴിയുന്നു. 12-ാമത്തെ വാക്യഭാഗത്തിൽ കാണുന്നത്, അവൻ ആത്മാവിൽ ഞരങ്ങി. ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നവൻ പറയുവാനിടയായി തീർന്നു. സ്തോത്രം. അവൻ ആത്മാവിൽ ഞരങ്ങി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അതിനുശേഷം അവൻ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. കാരണം അവനെ പരീക്ഷിച്ചുകൊണ്ടുള്ളതായ ചോദ്യമായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യഭാഗത്തിൽ നാം കാണുന്നത്, യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്ന് നമുക്കവിടെ മത്തായി സുവിശേഷത്തിൽ വായിച്ചതുപോലെ തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ്റെ പുത്രത്വം, അവനിലുള്ള പിതൃത്വത്തോട് നിലവിളിക്കുന്നതായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. നാം മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു സത്യദൈവമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നതിനാൽ അവനിൽ മനുഷ്യത്വം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവൻ ഒരേ സമയത്ത് സത്യദൈവവും അതേ സമയത്ത് തന്നെ
ഒരു പൂർണ്ണ മനുഷ്യനുമായിട്ട് അവനെ കാണുവാൻ കഴിയുന്നു. പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ള മനുഷ്യരെ പോലെ യാതൊരു വിധമാകുന്ന ഊനമോ അവനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനെ പൂർണ്ണ മനുഷ്യൻ എന്ന് പറയപ്പെടുവാൻ കാരണമായി തീരുന്നത്. സാധാരണ മറ്റു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളതായ ബലഹീനതകളും ഊനങ്ങളുമൊക്കെ ഓരോരുത്തരിലും ഉണ്ടായിരിക്കും. പക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതിനെ ഉള്ള കാരണങ്ങളെക്കുറിച്ചും നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നതാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 37-38 വാക്യഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. പത്രോസിനെയും സബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് അവൻ ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പത്രോസിനെയും സബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. കർത്താവിൻ്റെ മരണത്തോട് ഏറ്റവും അടുത്ത സമയങ്ങളിലുണ്ടായ ആ അനുഭവങ്ങളെ സംബന്ധിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് അതിൻ്റെ 38-ാമത്തെ വാക്യഭാഗത്തിൽ കാണുന്ന എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം. പാപമൊഴികെ മാനുഷികമായുള്ള എല്ലാ വികാരങ്ങളും കർത്താവിൽ പ്രകടമായി കാണുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പാപം മാത്രം അവനിൽ ഉണ്ടായിരുന്നില്ല. പാപമൊഴികെ മറ്റ് എല്ലാ പ്രകൃതങ്ങളും മനുഷ്യർക്കുണ്ടാകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ കർത്താവിനുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവനെ പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുവാൻ കാരണമായി തീരുന്നതുമെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉദ്ഭവിച്ചത്. ജഡപ്രകാരം യഹൂദന്മാരിൽ നിന്നാണ് ക്രിസ്തുവും ഉദ്ഭവിക്കുവാനിടയായി തീർന്നതെങ്കിൽ ജനിക്കുവാനിടയായി തീർന്നത്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജഡപ്രകാരം മാനുഷികമായിട്ടുള്ള നിലയിൽ അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് യേശു ക്രിസ്തു യഹൂദന്മാരിൽ നിന്ന് ഉദ്ഭവിക്കുവാനിടയായി തീർന്നു എങ്കിലും അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. വാസ്തവമായിട്ടും അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ രണ്ട് വിധത്തിലുള്ളതായ സ്വഭാവങ്ങൾ അടങ്ങിയിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-16 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്.
നമുക്കുള്ള മഹാപുരോഹിതൻ ലോകത്തിലുള്ളതായ മറ്റ് മഹാപുരോഹിതന്മാരെക്കാൾ ഉന്നതനാണ്. മോശയേക്കാൾ വലിയവനാണ്, അഹരോനേക്കാൾ വലിയവനാണ്, മൽക്കീസേദക്കിനേക്കാൾ വലിയവനാണ് എന്നൊക്കെ നമുക്ക് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയേ നമുക്കുള്ളത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ്. അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കരുണ ലഭിപ്പാൻ തക്ക സമയത്ത് നമുക്ക് കൃപ ലഭിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. കൃപയുടെ ആസനം, കൃപയുടെ ഇരിപ്പിടം നമ്മുടെ മഹാപുരോഹിതനായ കർത്താവിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് കരുണയ്ക്കായും കൃപയ്ക്കായും നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്കാണ് നാം കടന്നു ചെല്ലേണ്ടത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ 22 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എങ്ങനെ? പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ഒരുവൻ ഓടി വന്ന് കർത്താവിൻ്റെ മുൻപാകെ മുട്ടുകുത്തുവാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞത്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു പറഞ്ഞത്, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, യേശുവിനെ അവൻ നല്ലവൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുവനല്ലാതെ വേറെ നല്ലവനായിട്ട് മറ്റാരുമില്ല എന്ന് കർത്താവ് പറയുമ്പോൾ യേശു തന്നെ ദൈവമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ പഠിക്കുവാൻ കഴിയുകയാണ്. പിന്നീട് കർത്താവ് ചില കൽപ്പനകളെ കുറിച്ച് അവനോട് സംസാരിച്ചു. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കൽപ്പനകളെ നൽകിയ സർവശക്തനായ ദൈവം തന്നെയാണ് തന്നോട് ഇക്കാര്യം ചോദിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, ഗുരു, ഇതൊക്കെയും ചെറുപ്പം മുതൽ ഞാൻ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവന്റെ വാക്ക് കർത്താവിന് നന്നായി ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നത്, യേശു അവനെ നോക്കി സ്നേഹിച്ചു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അവൻ
കർത്താവിൻ്റെ കൽപ്പനകളൊക്കെയും ചെറുപ്രായം മുതലേ പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് അവനോട് താല്പര്യമുണ്ടായിട്ട് അവനെ സ്നേഹിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞത്, നിനക്ക് ഒരു കുറവ് ഉണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോ ധാരാളം സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു താൻ. ഈ സമ്പത്ത് നിന്നെ സ്വർഗരാജ്യത്തിൽ നിന്നും അകറ്റിക്കളയും, അഥവാ എന്നോട് കൂടെ നടക്കുവാൻ നിനക്ക് കഴിയാതെ വരും. നിത്യരാജ്യത്തിന് നീ അവകാശിയാകാതിരിക്കേണ്ടതിന് നിന്റെ സമ്പത്ത് നിനക്ക് ദോഷമായി ഭവിക്കും. അതുകൊണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിന്റെ നിക്ഷേപം സ്വർഗത്തിലുണ്ടാവുകയും പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുകയും ചെയ്യുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. അവനോടുള്ള സ്നേഹ ആധിക്യ നിമിത്തമായിട്ടാണ് കർത്താവ് ഇത് പറയുവാനിടയായി തീർന്നത്. സ്തോത്രം. സമ്പത്തുള്ളവർ സമ്പത്തിൽ ആശ്രയിക്കും. അങ്ങനെയുള്ളവർ സമ്പത്തിൽ മനസ്സ് വയ്ക്കുന്നതിനാൽ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ അവർക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തിൽ ആശ്രയിക്കരുത്. ഒന്നുമില്ലാത്തവനെ പോലെ ജീവിച്ച് സ്വർഗത്തിൽ അവൻ്റെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവന് നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയുമെന്നാണ് കർത്താവ് തന്നോട് പറഞ്ഞതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. പിന്നീട് നമ്മൾ വായിക്കുന്ന, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു. അത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ വളരെ വിഷാദിച്ചു, ദുഃഖിതനായി അവൻ പൊയ്ക്കളഞ്ഞു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്ത് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുവാനും അവനെ നിത്യജീവങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കുവാനും ഈ ഭൗതിക സമ്പത്ത് ഇടയാക്കി തീർക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തിനെ ആശ്രയിക്കാതെ ഉയരത്തിലുള്ളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ നിന്റെ സമ്പത്തുകളെ സ്വരൂപിക്കുവാൻ കഴിഞ്ഞാൽ വലിയ പ്രതിഫലം നിനക്കുണ്ടാകും. ഈ ലോകത്തിൻ്റെ സമ്പത്തുകൾ കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതും ഉറുമ്പും തുരുമ്പും കെടുക്കുന്നതുമാണ്. എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം നിനക്കൊരു നാളും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അത് കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയില്ല, ഉറുമ്പും തുരുമ്പും അതിനെ കെടുക്കുകയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന ആ മനുഷ്യൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് വളരെ വിഷാദിച്ചും ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-32 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു വന്ന്, ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. ഹെരോദാവ് യഹൂദയുടെ ഭരണാധികാരിയാണ്, രാജാവാണ്. യേശുവിനെ കൊല്ലുവാനുള്ളതായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ്
ചില പരീശന്മാർ അവന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഇവിടം വിട്ട് നീ പൊയ്ക്കൊള്ളുക, ഇല്ല എങ്കിൽ ഹേരോദാവ് നിന്നെ കൊന്നുകളയും, അതിനുവേണ്ടി അവൻ താല്പര്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ വർത്തമാനം യേശുവിനെ അറിയിച്ചു. യേശു അതിന് മറുപടിയായി പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും എന്ന് പറയുക എന്ന് അവരോട് സംസാരിച്ചു. ഈ പരീശന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോയി രാജാവിനോടെന്നല്ല, ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് അവനോട് പോയി അറിയിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഏത് പ്രതികൂല സാഹചര്യത്തിലും യാതൊരു കാര്യങ്ങളും അവനെ മാനസികമായിട്ട് അലട്ടിയിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം അവനിൽ പാപമില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം. ഈ ലോകത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി പാപരഹിതമായിട്ടുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നു എങ്കിൽ ഈ ലോകത്തിലെ യാതൊരു വിധമാകുന്ന സാഹചര്യങ്ങളിലും അവൻ ഭയപ്പെടുകയില്ല. അവൻ സധൈര്യം അവൻ്റെ ദൗത്യവുമായി മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരുമെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം അവനിൽ പാപമില്ലായ്ക കൊണ്ട് അവൻ ഏത് നേരത്തും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു ചേരുവാൻ കഴിയുമെന്നുള്ളതായ പ്രത്യാശയോടെ അവൻ ജീവിക്കുന്നതിനാൽ ലോകത്തിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളിലും അവൻ ഭയപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടു എന്ന ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. പാപം മാത്രം അവനിൽ ഉണ്ടായിരുന്നില്ല, പാപമൊഴികെ സകലത്തിലും സാധാരണ മനുഷ്യർക്കുണ്ടാകുന്നത് പോലെയുള്ളതായ പരീക്ഷകൾ അവനെ നേരിടുവാൻ ഇടയായി തീർന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യഭാഗത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പാപം അറിയാത്തവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപമാക്കി എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ഞാൻ സത്യം പറയുന്നു എങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് എന്ത്? സ്തോത്രം. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ആർക്ക് എന്നെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? എന്നാൽ ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് എന്താണ്? സ്തോത്രം. നമ്മുടെ കർത്താവ് മനുഷ്യൻ എന്ന നിലയിൽ അനവധി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവൻ ദൈവം എന്ന നിലയിൽ സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ളതായ കഴിവ്, ശക്തി, അധികാരം അവനിലുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അവൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ അനേക പരീക്ഷകളും പരിശോധനകളും നിന്ദകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എതിർപ്പുകളും ഒക്കെ അനുഭവിച്ച് കടന്നു പോകേണ്ടുന്ന സാഹചര്യം അവനിലുണ്ടായിട്ടുണ്ട്. എന്നാൽ
അവൻ ദൈവമെന്നുള്ള നിലയിൽ അവന് നേരിട്ടതായ സകല കഷ്ടങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവൻ സധൈര്യം ശക്തിയോടെ മുന്നേറുവാനും മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് അവൻ ജയാളിയായി സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കുവാനുള്ളതായ ആ അനുഭവത്തിലേക്ക് അവൻ കടന്നു പോകുവാനിടയായി തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് സാക്ഷാൽ ദൈവമായവൻ ജഡത്തിൽ വെളിപ്പെട്ട് ഭൂമിയിലേക്ക് വന്നതിനാൽ അവനിൽ മനുഷ്യത്വം അടങ്ങിയിരുന്നത് കൊണ്ട് അവനെ കേവലം ഒരു മനുഷ്യനായി കാണുവാൻ കഴിയുന്നു. എങ്കിലും മറ്റുള്ള മനുഷ്യരെ പോലെ പാപത്തിൽ കഴിയുന്നവനായിരുന്നില്ല. പാപം അവൻ അറിയാത്തവനാണ്, നീതി മാത്രം അന്വേഷിക്കുന്നവനായിരുന്നു എന്നും അവൻ്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തോത്രം അറിയേണ്ടതുപോലെ അറിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും അവൻ്റെ ദൈവത്വത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ളവരായി വേണം നാം ജീവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുവാനും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി ജീവിക്കുവാനും കഴിയുകയുള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നമ്മുടെ കർത്താവ് വരുവാൻ കാലമായിരിക്കുന്നു. ഒരുങ്ങുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധോപദേശങ്ങളിലും വ്യാജോപദേശങ്ങളിലും അകപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്ന നിത്യ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നിത്യരാജ്യത്തിൽ പങ്കാളികളാകുവാൻ എല്ലാവരും ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകിയ സമയത്ത് അല്പസമയം ദൈവവചനത്തിലൂടെ സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവനെ സഹായിച്ചത് കൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇളയവന് വേണ്ടി ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും അതിൻ്റെ സംഘാടകരായിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഇനി വൈകിയ സമയത്തും കർത്താവേ, അല്പസമയം തിരുവചനത്തിലൂടെ സംസാരിക്കുവാൻ നീ കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. മനുഷ്യനായി ലോകത്തിൽ അല്പകാലം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഈ സത്യം മനസ്സിലാക്കി കർത്താവിനെ സേവിക്കുവാൻ ഭൂമിയിലുള്ളതായ സകല മനുഷ്യരെയും ഒരുപോലെ സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇളവരെയും സഹായിച്ചത് കൊണ്ട് സ്തോത്രം. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. ഇതിൻ്റെ അഡ്മിന്മാരെയും ഇതിൻ്റെ ഭാരവാഹികളും സംഘടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും നീ അനുഗ്രഹിച്ച് പുറപ്പെടുത്തിയാട്ട്. പ്രാർത്ഥനാ തിരുമേനി കേട്ടത് കൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വവും പരിചിക്കട്ടെ. നിന്റെ വരവിനായിട്ട് ഒരുങ്ങണമെന്തിത്തോളം നിന്റെ ചിറകടിയിൽ നീ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം.